ഹലോ, നമസ്കാരം. ഞങ്ങൾക്കിപ്പോൾ പറയാനുള്ള കാര്യം, ഇന്ന് ഞങ്ങൾ 10ാമത്തെ ദിവസമായി ഇതിൻ്റെ ഈ കാരവാനിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കഴിയുന്നത്. ഞങ്ങൾക്ക് പുറത്ത് ഇതുവരെ ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല. എല്ലാം ലോക്കഡ് തന്നെയാണ്. പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയൊരു സിറ്റുവേഷനിലല്ല. പിന്നെ കുറേ എല്ലാം ഇപ്പോൾ പോലീസ് എല്ലാം ഇപ്പോൾ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അങ്ങനെയുള്ളൊരു ഇതിൽ നിന്ന് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. അവരിപ്പോൾ ഞങ്ങളുടെ പേപ്പറുകളെല്ലാം കൊടുത്തപ്പോൾ ഇപ്പോൾ അവരത് വായിച്ച് പഠിക്കാൻ വേണ്ടി DYSP SP എത്തിയിട്ടില്ല. SP ചൊവ്വാഴ്ചയാണ് വരിക. അപ്പോൾ DYSP കൊണ്ടുപോയിട്ട് പേപ്പർ എൻ്റെ മോനും ഞാനിവിടെ ഭാഷ പറയാൻ അറിയുന്ന ഒരാളെയും കൂടി ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും കൂടെ പോയിട്ട് DYSP കൊടുത്തപ്പോൾ ഈ DYSP ചോദിച്ചത്, നിങ്ങളെന്താ ഈ പേപ്പറെല്ലാം നേരത്തെ എത്തിക്കാത്തതെന്ന്. പക്ഷേ ഞങ്ങൾ നിരന്തരം എല്ലാ SP മാറുന്നതനുസരിച്ചിട്ട് ഒരേ പ്രാവശ്യം ഞങ്ങൾ പേപ്പർ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇവരതൊന്നും വായിച്ച് നോക്കാറില്ല. ഇവരെ അത് സംഗതി ഒരു മൂലയ്ക്ക് വെക്കും. അപ്പോൾ ഇപ്പോഴേ ഈ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴാണ് ഈ പേപ്പറുകൾ അവർ പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞങ്ങളുടെ വശത്ത് ന്യായമുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പോലീസൊക്കെ കുറച്ചും കൂടെ ഞങ്ങളോട് കുറച്ചും കൂടെ ഇതായിട്ടാണ് നിൽക്കുന്നത്, കുറച്ചും കൂടെ ഞങ്ങൾക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇന്നലെ ഞങ്ങൾ രാത്രി വണ്ടി മിനിഞ്ഞാന്ന് രാത്രി ഞങ്ങൾ വണ്ടി ഇതിൻ്റെ ഉള്ളിലേക്ക് ഗേറ്റ് പൂട്ട് മുറിച്ച് അറുത്ത് മാറ്റിയിട്ട് ഞങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് കയറി. ഞങ്ങളിപ്പോൾ പൊസിഷൻ എടുത്തു. അതായത് എൻ്റെ സ്ഥലത്താണ് ഇപ്പോൾ വണ്ടി. ആദ്യം ഇത്രയും ദിവസം 7-8 ദിവസവും ഞങ്ങൾ അവിടെ പുറത്തായിരുന്നു, റോഡിൻ്റെ സൈഡിലായിരുന്നു നിന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു പോലീസ് റോഡിൽ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളെ വണ്ടി ഇവിടെ നിന്ന് മാറ്റണം എന്ന് പറഞ്ഞ് നിരന്തരം ഞങ്ങൾ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇല്ലെങ്കിൽ വണ്ടി വന്നിട്ട് ക്രെയിൻ വന്ന് വലിച്ചു കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമായിരുന്നു. അങ്ങനെ മിനിഞ്ഞാന്ന് രാത്രി ഞങ്ങൾ ഗേറ്റ് പൊളിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ടപ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ ശാന്തിൻ്റെ മോള് നീതു, സോമശേഖരൻ, പിന്നെ ഒരു ഭക്ഷണം എല്ലാ കാര്യങ്ങളൊക്കെ വെച്ച് കിടക്കുന്ന വിജി എന്ന് പറഞ്ഞാൽ, പിന്നെ അതിൻ്റെ വേറെ കുറേ ആൾക്കാർ, അങ്ങനെ 2 വണ്ടിയിലോളം ഇവിടെ ആൾ വന്നതിന് ശേഷം ഈ വണ്ടീൻ്റെ ചുറ്റും ഭയങ്കരമായിട്ട് അടിക്കലും ശബ്ദം ഉണ്ടാക്കലും വണ്ടിയിൽ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ടിരുന്നു. ഞങ്ങൾ അനങ്ങാണ്ട് ഒന്നും ഉണ്ടാണ്ട് ഞങ്ങളിവിടെ ഇരുന്നു. അവർ കുറേ നേരം വണ്ടിക്ക് ചുറ്റും നടന്നു, കുറേ ഒച്ചയൊക്കെ ഉണ്ടാക്കി. അവിടെ തന്നെ പോലീസ് ഉണ്ടായിരുന്നു, പുറത്ത് പോലീസ് ഉണ്ടായിരുന്നു. പിന്നെ എന്താ പോലീസ് ഉള്ളതുകൊണ്ടാണോ പിന്നെ അവർ കൂടുതൽ ശല്യം ചെയ്യാണ്ട് അവർ പോയതിന് ശേഷം വൈകുന്നേരം അവർ പിന്നെ തിരിച്ചു വന്നിട്ട് ശാന്തി ഉണ്ടായിരുന്നു, വിജി ഉണ്ടായിരുന്നു, ശാന്തിൻ്റെ മോള്, സോമശേഖരൻ, എല്ലാവരും കൂടെ വന്നിട്ട് വിജി അവൻ്റെ കയ്യിൽ എന്തോ ചെറിയ കൈബോംബാണ് സാധനം. ആ കൈബോംബ് കൊണ്ടുവന്നിട്ട് ഈ വണ്ടീൻ്റെ പുറത്തിട്ടിട്ട് പൊട്ടിച്ചപ്പോൾ ഞങ്ങൾ ആകപ്പാട് പേടിച്ചു. പക്ഷെ വലിയ മാരകശക്തി ഉള്ളതല്ല. മാരകശക്തി ഉണ്ടെങ്കിൽ നമ്മൾ വണ്ടിയെല്ലാം കത്തും. അപ്പോൾ അവിടെ പൊട്ടിച്ചപ്പോഴത്തേനും ഇവിടെ പാറാവുണ്ടായിരുന്ന പോലീസ് അപ്പോൾ തന്നെ വേഗൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയും SI വേഗം അവിടെ വേഗൂരിൽ നിന്ന് ഇവിടം വരെ എത്താൻ വേണ്ടിയിട്ട് ഏറെക്കുറെ 10 കിലോമീറ്ററോളം ഉണ്ട്. ഒരു 10 മിനിറ്റിൽ തന്നെ വേഗൂർ പോലീസ് വരികയും അവർ വന്ന പാട് തന്നെ ഇവരെല്ലാം ഇവിടെ നിന്ന് ഓടിക്കുകയും ചെയ്തു. പക്ഷേ ഇവിടുത്തെ ഇത് നിയമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൈബോംബ് വണ്ടീൻ്റെ അടുത്ത് കൊണ്ടുപോയി പൊട്ടിച്ചിട്ട് പോലും അവരിവിടെ നിന്ന് ഓടിപ്പിച്ച് വിടുകയാണ്. നമ്മളെ കേരളത്തിലെ പോലീസൊക്കെ ആണെങ്കിൽ ഒരു ബോംബോ കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആദ്യം തന്നെ അവനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കുകയും ചെയ്യുക. അങ്ങനത്തെ ഒരു ഇതൊന്നും ഞാനിവിടെ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നും അവരിവിടെ വന്നിരുന്നു. ഇന്നും ഇവിടെ വന്നിട്ടും കുറേ ഇവിടെ നിന്ന് ഇതിൽ വാതിലൊക്കെ തട്ടും, ക്ലിപ്പി പുറത്തിറങ്ങും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര ശല്യം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. ഞങ്ങൾ അനങ്ങാതെ ഞങ്ങൾ സമീപനം പാലിച്ച് ഇതിൻ്റെ അകത്ത് തന്നെ ഇരുന്നു. ചിലപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് അവിടെ ഗ്ലാസിൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ നമ്മളെ പ്രകോപനപ്പെടുത്തിയിട്ട് ഞങ്ങൾ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്നൊക്കെ പറഞ്ഞൊരു പുതിയ കേസ് ഉണ്ടാക്കും. ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ അനങ്ങാണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴേ അന്നേരം എല്ലാം ഉണ്ട്, ഇവിടെ പോലീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ആ സമയത്താണ് എൻ്റെ മൂത്ത പെങ്ങൾ ലിലി ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവ് രാജു അളിയനും കൂടെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഇവരുടെ മോള് നീതു പറഞ്ഞു, അവരെ കാണാൻ പറ്റില്ല, അവരടുത്തേക്ക് പോകാൻ പറ്റില്ല, ഞങ്ങൾ വിടൂലാന്ന് പറഞ്ഞ് അവരെ തടയുകയും പിന്നെ ലാസ്റ്റ് പോലീസ് പറഞ്ഞു, ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവണ്ട, നിങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് അവരെ തിരിച്ചു വിടുകയും അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലൊക്കെയാണ് നിൽക്കുന്നത്. ഞങ്ങൾക്ക് നീതി കിട്ടിയിട്ടില്ല. ഞങ്ങളിപ്പോൾ ഈ 10ാമത്തെ ദിവസവും ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇവർ കുറേ കഴിഞ്ഞ് ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും ഇവർ കുറേ വെയിലൊക്കെ കൊണ്ട് എന്തോ ആണെന്ന് അറിഞ്ഞു പോയി കുറേ നേരത്തേക്ക് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ബോബീൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഇവിടെ വരികയൊക്കെ ഉണ്ടായി. അവരെല്ലാവരും കൂടെ വന്ന് ബോബീനോട് കുറേ സംസാരിച്ചു. അപ്പോൾ പിന്നെ അവർക്ക് കുറച്ച് ഒരു റിലീക്സ് കിട്ടി. എന്ന് വെച്ചാൽ ഞങ്ങളൊരു മരണ വീട് പോലെയാണിത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ പേടിച്ച് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നത്. എന്ത് സംഭവിക്കും, അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുക, ഇതൊന്നും ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ടെൻഷനിലിരിക്കുമ്പോൾ ഇവർ വന്ന് കുറേ സംസാരിച്ചു, ബോബിയൊക്കെ ആയിട്ട് സംസാരിച്ചു. എന്തോ ഭാഗ്യത്തിന് അവളുടെ ആളുകൾ ആരും ഒന്നും ഇല്ലാത്തതുകൊണ്ട് പോലീസും അവിടെ വന്നിട്ട് ഇവളുടെ ഫ്രണ്ട്സാന്ന് പറഞ്ഞപ്പോൾ സംസാരിച്ചോ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങോട്ടേക്ക് വിട്ടു. അങ്ങനെ കുറേ സംസാരിച്ചു. അതുകൊണ്ട് ബോബിക്കും കുറച്ചൊരു റിലീഫായി അല്ലേ.
ഭയങ്കര ടെൻഷനായിരുന്നു. കുറേ ഫ്രണ്ട്സൊക്കെ വന്നപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഇത്രയേ പറയാനുള്ളൂ. ഞങ്ങൾ ഒരേ അപ്ഡേറ്റും ഞങ്ങൾ എന്തായാലും ഞങ്ങളെ കേൾക്കാൻ വേണ്ടിയിട്ടോ ഞങ്ങളെ ഇതാക്കാൻ വേണ്ടിയിട്ടോ ഞങ്ങളെ നേതാക്കന്മാരോ ആരും ഇല്ല. എനിക്ക് തുറന്ന് പറയാൻ പറ്റുന്നത് നിങ്ങളോടാണ്. ഈ യൂട്യൂബിൽ കൂടിയാണ് ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇത് യൂട്യൂബ് ഉള്ളിടത്തോളം കാലം ഞങ്ങളുടെ നെറ്റ് ഇനി എന്തെങ്കിലും കാരണവശാൽ ഇവർ ജാമറൊക്കെ വെച്ചിട്ട് ഇൻ്റർനെറ്റ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിനും പറ്റില്ല. അപ്പോൾ അതുവരെ ഞങ്ങൾ ഒരേ ദിവസത്തെ അപ്ഡേറ്റും പറയാം. ഞങ്ങൾക്ക് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് നീതി കിട്ടിയിട്ടേ ഇവിടെ നിന്ന് പോവുകയുള്ളൂ. അതിനിടയ്ക്ക് ഇന്നലെ പോലീസ് വന്നു കഴിഞ്ഞപ്പോൾ ഇവള് മറ്റേ ഇവൻ ശാന്തിൻ്റെ എന്താ ഇവൻ്റെ പേര് സോമശേഖരനല്ല, ബോംബിട്ടവൻ്റെ വിജി വന്ന് ഇത് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ എസ് ഐ എല്ലാവരും വന്നപ്പോൾ എൻ്റെ അടുത്ത് എസ് ഐ ഒരുപാട് എൻ്റെ അടുത്ത് സംസാരിച്ചു. നിങ്ങൾ ഇവിടെ പ്രശ്നമുള്ള സ്ഥലമാണ്, നിങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് വണ്ടി എടുത്ത് പോ, ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഞങ്ങൾ മുഴുവൻ ഇവിടെ കാവൽ നിൽക്കണം എന്നെല്ലാം പറഞ്ഞു. ഞാൻ എസ് ഐൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, സാർ എനിക്ക് നീതി വേണം, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടോ നിങ്ങൾ എനിക്ക് ഇവിടെ കാവൽ നിൽക്കാനോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ഒന്നും വന്നല്ല. ഞാൻ ഇത്രയും പൈസ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് ഇതിൻ്റെ ഇത്രയും പൈസ എൻ്റെ ഈ മിഷറും സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ ടാക്സ് എല്ലാം ഇവിടുത്തെ ഗവൺമെൻറ് കൈപ്പറ്റിയിട്ടുള്ള ഇവിടുത്തെ ലോക്കൽ പീപ്പിൾസിനാണ് ഞാൻ പണി കൊടുത്തിരിക്കുന്നത്. ഇവിടെ 10-60ഓളം തൊഴിലാളികൾ ഉണ്ടായിരുന്ന എല്ലാം പറഞ്ഞു എനിക്ക് നീതി കിട്ടണം സാർ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എസ് ഐ എൻ്റെ അടുത്ത് ചോദിക്കുക എനിക്ക് നീതി തരാൻ ഞാൻ കോടതിയാണോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു കുറച്ച് ദേഷ്യത്തിൽ എന്നോട് സംസാരിച്ചു. പിന്നെ അദ്ദേഹം പോവുകയായിരുന്നു ചെയ്തത്. മറ്റവരൊക്കെ പോയി വിട്ടതിന് ശേഷം അദ്ദേഹം പോയി. പിന്നെ ഇന്നലെ രാത്രി 2 പോലീസ് ജീപ്പ് ഇവിടെ കാവലായിരുന്നു. ഇനി ഇഷ്യൂ ഉണ്ടാവുക ഇങ്ങനെ മറ്റേ കൈബോംബൊക്കെ ഇട്ടത് കൊണ്ട് അതുകൊണ്ടായിരിക്കും 2 ജീപ്പ് പോലീസിന് ഇട്ടായിരുന്നു. നേരം വെളുക്കുന്നവരെ പോലീസ് ജീപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ 2 ജീപ്പും പോയിട്ട് പകല് പിന്നെ ഈ 2 പോലീസിനെ വിടും. ചില സമയത്ത് അവർ റൗണ്ടിങ്ങിൽ വരും. അങ്ങനെയൊക്കെയാണ് ഇതുവരെ അങ്ങോട്ട് പോകുന്നത്. അതേപോലെ തന്നെ പോലീസെല്ലാം ഞങ്ങളുടെ ഇപ്പോൾ പേപ്പറുകളെല്ലാം പഠിച്ചതിന് ശേഷം ഞങ്ങൾക്ക് അനുകൂലമാണെന്ന് തോന്നിയതിന് ശേഷം അവർ കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് ഇടപെടുന്നുണ്ട് തോന്നിയതിന് ശേഷമാണ് ഞങ്ങൾക്ക് പിന്നെ ഇവരുടെ കൂട്ടുകാരെല്ലാം വന്ന് അവളുടെയും കുറച്ച് മൈൻഡെല്ലാം ഫ്രീ ആയി. അന്നേരമാണ് ഞങ്ങൾ ഇതിൽ വിട്ട വീഡിയോയിലെ കമൻറ്റുകളൊക്കെ വായിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞ കമൻറ്റൊക്കെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. നിങ്ങൾ ഇവിടെ കിടന്ന് നിലവിളിക്കുന്ന നേരം അന്നേരം ഇതിൻ്റെ ഗ്ലാസ്സൊക്കെ താത്തിയിട്ടാൽ പോരെ എന്നുള്ളത്. ഇതിൻ്റെ ഗ്ലാസ് താത്തിയിടാൻ പറ്റില്ല, അങ്ങനെയാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അത് ഡ്രൈവർക്ക് അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ജനറേറ്റർ ഉണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇതിൽ ഡ്രൈവറും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ജനറേറ്ററിൽ പെട്രോൾ ഒഴിക്കാത്തതുകൊണ്ട് അത് പോലീസ് തടഞ്ഞിരിക്കുകയായിരുന്നല്ലോ. അതുകൊണ്ട് ഇത് കറണ്ട് വർക്ക് ചെയ്യുന്നില്ല. വർക്ക് ചെയ്യാത്തതുകൊണ്ട് ആ സ്വിച്ച് ഇട്ടെങ്കിൽ മാത്രമേ ഈ ഡോറുകൾ ഓപ്പൺ ആവുള്ളൂ. ഡോർ ഓപ്പൺ ആയാലും ഞങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പുറത്തേക്ക് ഡ്രൈവർ ക്യാബിനിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്ലാസ് എല്ലാം താത്താനെല്ലാം പറ്റും. അപ്പോൾ അങ്ങനെ പിന്നെ ഗ്ലാസിനെ കുറിച്ചും കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് ആണല്ലോ കാരവാനിൽ സ്റ്റൈലിൽ ഇരുന്നിട്ടാണല്ലോ വീഡിയോ ചെയ്യുന്നതെന്നൊക്കെ കമൻറ്റിൽ കണ്ടിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ ഇത് കൂളിംഗ് ഗ്ലാസ് അല്ല, ഇത് പവർ ഗ്ലാസ് ആണ്. എനിക്ക് മറ്റേത് ഷോർട്ടാണ്, എനിക്ക് ലോങ് പ്രശ്നമല്ല, ഷോർട്ടിലൊക്കെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും ഗ്ലാസ് വെച്ചിട്ട് തന്നെ ഇരിക്കുന്നത്. അല്ലാണ്ട് ഇത് ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ടിട്ടൊന്നുമല്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ വണ്ടീൻ്റെ എന്താണെന്നുള്ള അതിൻ്റെ കാര്യങ്ങളെല്ലാം തുടർന്നതിലൂടെ ഞാൻ നിങ്ങൾക്ക് ഈ വണ്ടിയിൽ ഇപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ ഉള്ളിലെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് ഇവിടെ സ്ഥലങ്ങൾ കുറവുള്ളതിൻ്റെ എല്ലാം ഒന്ന് കാണിച്ചു. ഇതിലെല്ലാം വയറും സാധനങ്ങളൊക്കെ വലിച്ചിട്ടിരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാ സ്ഥലത്തെയും പുറത്തത്തെ മുഴുവൻ ലൈറ്റുകൾ മുഴുവൻ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കൂറ്റിലായതുകൊണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ മകനെ വിട്ടിട്ട് മകനെയും എനിക്ക് ഹെൽപ്പിന് നിൽക്കുന്ന ആളെയും വിട്ടിട്ട് ഫുൾ ലൈറ്റുകളെല്ലാം വാങ്ങി LED ലൈറ്റുകൾ എല്ലാ സൈഡിലും ഈ സൈഡിൽ ആ സൈഡിൽ ബേക്കിലെല്ലാം ഫുള്ള് ലൈറ്റ് ആക്കിയിരിക്കുകയാണ്. അതെല്ലാം ഈ ജനറേറ്ററിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് വണ്ടിയിലെല്ലാം വയറും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ ഒന്നൊരു എക്സസൈസ് ചെയ്യാനോ ഒന്നിനും സൗകര്യമില്ല എന്ന് പറയുന്നത്. ഞാൻ ഈ വണ്ടീൻ്റെ ഉള്ളെല്ലാം നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന കാരവാൻ. ഇതിൽ ഞങ്ങൾക്ക് ഇവിടെ ഒന്നും നടക്കാൻ പോലും സ്ഥലമല്ല. ഈ സാധനങ്ങളും എല്ലാം കൂടി വെച്ചിട്ട് ആകെ ഇത്ര സൗകര്യമേ ഉള്ളൂ. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഡ്രൈവറിൻ്റെ ക്യാബിനാണ്. അപ്പോൾ ഇവിടെ ഈ ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ ഇതാണ് വണ്ടീൻ്റെ ഉൾവശമൊക്കെ. ഇതിലൊരു ബെഡ്റൂമുണ്ട്. ഈ ബെഡ്റൂമിലാണ്
ഞങ്ങൾ കിടക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതിൽ സാധനങ്ങളും എല്ലാം വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതാണ് ഇതിലെ ബാത്റൂം വരുന്നത്. ബാത്റൂം എല്ലാം ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരവാൻ ഡിസൈൻ ചെയ്തത് തന്നെ നമുക്ക് ഈ വണ്ടിയിലെ ഡ്രൈവർക്ക് അവിടെ ഇരുന്നിട്ട് ഈ ഡോറുകൾ ഓപ്പൺ ചെയ്യാനും എല്ലാത്തിനും കഴിയുകയുള്ളൂ. ഇതിൻ്റെ അകത്തിരിക്കുമ്പോൾ ജനറേറ്ററിൽ നിന്നിട്ടാണ് ഇതിൻ്റെ AC കാര്യങ്ങൾ എല്ലാം സാധനമൊക്കെ വർക്ക് ചെയ്യുന്നത് ജനറേറ്ററിലാണ്. ജനറേറ്റർ അവർ പെട്രോൾ ഒഴിക്കാണ്ട് ജനറേറ്റർ ഓഫാകുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അന്ന് ആകെ ശ്വാസം കിട്ടാണ്ടും എല്ലാം കൂടി കുറേ ബുദ്ധിമുട്ടും ഭയങ്കര ചൂടൊക്കെ ആയതുകൊണ്ട് കിട്ടിയേക്കുന്നത്. ഇതിൻ്റെ ഗ്ലാസ്സുകളെല്ലാം ഫിക്സഡ് ഗ്ലാസ്സുകളാണ്. ഗ്ലാസ് ഒന്നും തുറക്കാനൊന്നും പറ്റുന്നില്ല. ഒരാൾ കമൻറ്റിൽ പറഞ്ഞായിരുന്നു ആ കിളിവാതിലൊന്നും തുറന്നാൽ പോരെയെന്ന്. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഫുൾ ക്ലോസ്ഡ് ഗ്ലാസ് ആണ്. അപ്പോൾ സാധാരണ കാരവാനിൽ പോകുമ്പോൾ എപ്പോഴും ഡ്രൈവർ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ജനറേറ്ററിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ വണ്ടീൻ്റെ അപ്പുറത്തെ ഡ്രൈവർ ക്യാബിൽ നിന്ന് അവർക്ക് സെക്കൻഡ് ഇതുണ്ട്, ഇൻവെർട്ടർ ഉണ്ട്. അതിട്ടിട്ട് ഇതെല്ലാം ഓൺ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഡ്രൈവറും ഇല്ല, ആരുമില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അത്രയും പ്രശ്നങ്ങൾ വന്ന് ഞങ്ങൾ MLA-നെ വിളിക്കുകയും പെട്ടെന്ന് തന്നെ ഇത് തരണം, പെട്രോൾ ഒഴിക്കണം, എന്നാലേ വണ്ടിയിലെല്ലാം ഇതിൻ്റെ പമ്പുകളും കാര്യങ്ങളും എല്ലാം ഇതാണ്, പ്രഷർ പമ്പാണ്. നമ്മൾ ഇത് ജനറേറ്റർ വർക്കിംഗ് ആണെങ്കിൽ മാത്രമേ ഈ സാധനമൊക്കെ അടിയിലാണ് ഇതിൻ്റെ ടാങ്ക് വെച്ചിരിക്കുന്നത്. അതിന് വെള്ളമൊക്കെ മേലേക്ക് എത്തുകയൊക്കെ ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ കിച്ചൺ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ പരിസ്ഥിതി അങ്ങനെയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇത്രയും ദിവസം ഇന്ന് 11ാമത്തെ ദിവസമാണ്. പക്ഷേ ഇതിലൊന്നും ഞങ്ങൾക്ക് ആകെ ഇത്രയും സ്ഥലങ്ങളേ ഉള്ളൂ. ഇവിടെ ഈ സ്ഥലത്തിൽ കൂടെയൊക്കെ ഞങ്ങൾക്കൊന്ന് ഒരു എക്സസൈസ് ചെയ്യാനോ നടക്കാനോ ഉള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതങ്ങനെ ഒരു കമൻറ്റ് വന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ അന്ന് ശ്വാസം മുട്ടുന്നതും ആ ലൈവ് ഇട്ടതൊന്നും ഞങ്ങൾ ആരെ ഇതാക്കാനോ ഒന്നും അല്ലായിരുന്നു. ഞങ്ങളുടെ അവസ്ഥ എങ്ങനെ പെട്ടുപോയ അവസ്ഥയായിരുന്നു. ഇവർ ഞങ്ങളെ പോലീസ് ഒന്നും ഇങ്ങോട്ടേക്ക് എണ്ണ തരാനോ ഇതൊന്നും അടുപ്പിക്കുന്നുണ്ടായില്ല. ആ ഒരു കാര്യങ്ങൾ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഈ വണ്ടീൻ്റെ കാര്യങ്ങൾ ഇട്ട് തന്നിരിക്കുന്നത്. ഫുള്ള് ഇതെല്ലാം ക്ലോസ്ഡ് ആണ്, മൊത്തം ക്ലോസ്ഡ് ആണ്. AC-യിലാണ് നമുക്ക് ഇവിടുത്തെ അതിൻ്റെ ഓക്സിജനും കാര്യങ്ങളും അതിൻ്റെ പുറത്തുനിന്ന് എയർ വരാനുള്ള സാധനങ്ങളും എല്ലാം, അത് പുറത്തുനിന്ന് ഇവിടുത്തെ ശുദ്ധവായു അകത്തേക്ക് വരാനും അകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകാനും ഉള്ള സാധനങ്ങളാണ് ഈ ഫിറ്റ് ചെയ്തൊക്കെ തന്നെ. ബെഡ്റൂമിലും ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതിലെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് ഈ സാധനം വലിക്കും, ഇവിടെ ശുദ്ധവായു നമുക്ക് പുറത്തേക്ക് വിടും. പിന്നെ ഈ AC എല്ലാം ഇത് ഇലക്ട്രിക്കൽ ഈ സാധനങ്ങളെല്ലാം കറണ്ട് ഇല്ലെങ്കിൽ ഇതിൽ ഈ സാധനങ്ങളൊന്നും വർക്ക് ചെയ്യില്ല. റൺ ചെയ്യുന്ന സമയത്ത് വണ്ടീൻ്റെ AC വർക്ക് ചെയ്യും. ഇപ്പോൾ വണ്ടി ഓഫാക്കിയിട്ടിരിക്കുകയാണ്. വണ്ടി ഓഫാക്കിയിടുമ്പോൾ ഇതിൽ ജനറേറ്ററിൽ നിന്നാണ് ഈ സാധനങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത്. അതാണ് ഈ വണ്ടീൻ്റെ ഒരു സിസ്റ്റം.